അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഹായ്, അപ്പം എല്ലാവർക്കും റമലാൻ ഡേ 6ലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ചൊന്ന് മെനക്കേടേണ്ടി വന്നു. കാരണം ഇവിടെ കറണ്ടില്ലായിരുന്നു. രാവിലെ 8 മണി തൊട്ടിട്ട് മഗ്‌രിബ് 6 മണി വരെയും ഇവിടെ കറണ്ടില്ല. മാഹിയുടെ പല ഭാഗത്ത് എന്തൊക്കെയോ കറണ്ടിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. 5 മണി എന്ന് പറഞ്ഞിട്ട് അവർ 5:30 കഴിഞ്ഞു ശരിക്കും കറണ്ട് വരാൻ. അപ്പോഴേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്ന് കിട്ടണമല്ലോ നോമ്പ് തുറക്കുമ്പോഴേക്കും. അപ്പം ഞാൻ എമർജൻസിയും മറ്റ് ലൈറ്റ്സൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോസ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. അപ്പം അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് എൻ്റെ ഈ വ്ളോഗ് എല്ലാവരും ഒന്ന് കാണണേ. അപ്പം ചെമ്മീൻ സ്റ്റഫ് ചെയ്തിട്ട് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെമ്മീനൊക്കെ വാങ്ങി. പക്ഷെ എന്താ പറയുക, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അടുക്കളയിലും അങ്ങനെ മെനക്കേട്ട് നിൽക്കാനൊരു മടി. ട്യൂബിൻ്റെ വെളിച്ചത്തിലൊക്കെ നിൽക്കുന്നതിൻ്റെ സുഖം വേറെ തന്നെയല്ലേ. അപ്പം വിചാരിച്ചു എന്തായാലും സിമ്പിളായിട്ടുള്ള ചായക്കടിയും സിമ്പിളായിട്ടുള്ള നാസ്തയും തന്നെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ കൊറിയാണ്ടർ ചിക്കനും ചെമ്മീൻ റോസ്റ്റും ചപ്പാത്തിയും നാസ്തൊക്കെ ഉണ്ടാക്കി. ചായക്കടിയായിട്ട് എഗ് ഫിംഗേഴ്സാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉമ്മ ഇപ്പോൾ ഇവിടെ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. കാരണം ചെമ്മീൻ്റെ റോസ്റ്റിന് വേണം, ഈ കൊറിയാണ്ടർ ചിക്കനും വേണം. അപ്പം ആദ്യം ഞാനിപ്പം കൊറിയാണ്ടർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ചൂടായി വരുമ്പം 2 മീഡിയം സൈസിലുള്ള സവാള നേർമയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകുമ്പം അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞ് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. പൊടികൾ എന്ന് പറയുമ്പം മുളകിൻ്റെ അളവ് കുറച്ചിട്ട് മല്ലിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കൂട്ടുന്നത്. അപ്പം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ സമയം ഞാൻ ഇതിന് മുമ്പേ ചിക്കൻ കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ എൻ്റെ അടുത്ത് വിട്ടുപോയതാണ്. അപ്പം അതിൽ കുറച്ച് ഗ്രേവി ഉണ്ട്, കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഉള്ളി തക്കാളിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊരു 2-3 വിസിലിന് വേവിച്ചെടുക്കാം. ചിക്കൻ ഓൾറെഡി വേവിച്ചത് കൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടാണ്ട് വേവിച്ചെടുക്കുന്നത്. അല്ലാതാണെങ്കിൽ പച്ച ഇറച്ചിയാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പം ചിക്കൻ്റെ ആ ഒരു ഗ്രേവി വെന്ത് വരുന്ന സമയത്തേക്കും ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. ഞാനിപ്പം കുറച്ച് ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായി ചൂടായി വരുമ്പം ഒരു മീഡിയം സൈസിലുള്ള സവാള നുറുക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പം 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് സവാള വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ട് സോഫ്റ്റായി വരുമ്പം ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടാനായിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കുറച്ച് വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും തക്കാളി ഉടഞ്ഞിട്ടില്ല. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ്സിനടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടങ്ങ് ഉടഞ്ഞു കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഈ സമയം ഞാനിപ്പോൾ ഒരു ചില്ലി പേസ്റ്റ് റെഡിയാക്കുകയാണ്. അതിനായിട്ടൊരു ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി റെഡ് ചില്ലിയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്നങ്ങ് പേസ്റ്റാക്കി എടുക്കാം. ഞാനിപ്പം ഇതിലേക്ക് പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പം കണ്ടോ, നമ്മുടെ തക്കാളി ചെറുതായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചില്ലി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഡയറക്റ്റ് ചേർക്കാത്തത് മുളകിൻ്റെ അളവ് നമുക്ക് എത്രയാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. ഇപ്പം സവാളയും തക്കാളിയൊക്കെ മുളകൊക്കെ നന്നായിട്ടങ്ങ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പം ചെമ്മീൻ വേവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം എന്തായാലും ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിനടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായി മിക്സാക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആക്കി കുറച്ച് വറ്റിച്ചെടുക്കാം. അപ്പം എല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് ചെമ്മീനൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് അടച്ച് വെക്കാം. അപ്പം ഈ സമയം ഞാനിപ്പം എഗ് ഫിംഗേഴ്സിന് വേണ്ടിയിട്ടുള്ള മുട്ട ഒന്ന് ഉടച്ചിടുകയാണ്. ഒരു ബൗളിലേക്ക് നമുക്ക് 5 മുട്ട ഉടച്ചിടാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സാക്കി ബീറ്റ് ചെയ്തെടുക്കണം. എഗ് ബീറ്ററൊന്നും എടുക്കണമെന്നില്ല, ജസ്റ്റ് ഒരു ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്നങ്ങ് ബീറ്റ് ചെയ്താൽ മതി. ഈ ഒരു ഹാൻഡ് വിസ്ക് എന്ന് പറയുന്നത് നല്ലൊരു സാധനമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. അപ്പം ഇതിപ്പം നന്നായിട്ടങ്ങ് മിക്സായി വന്നിട്ടുണ്ട്.
ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഒരു സ്റ്റീം ചെയ്യാനുള്ള പാത്രം റെഡിയാക്കി വെക്കാം. ഞാനിപ്പോൾ ഒരു അലൂമിനിയം പാത്രത്തിലേക്ക് ഒരു റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഒരു റിങ്ങിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതിവിടെ വെള്ളം ചൂടാകാനായിട്ട് ഇപ്പം നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഒരു വിസിലിന് കൂടെ നമുക്കിതൊന്ന് കുക്കർ അടച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഈ സമയം ഞാനിപ്പം നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാനിപ്പോൾ മുട്ട ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ആ കൈപ്പിടി അങ്ങ് ഇളകിപ്പോയതാണ്. പക്ഷേ ഇത് കുക്ക് ചെയ്തെടുക്കാൻ, ഇതേപോലെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ ഭയങ്കര നല്ലതാണ്. ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പം ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ആദ്യം ഓയിലൊന്ന് നന്നായിട്ട് അങ്ങ് തടവി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുത്തിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ആവി ചെമ്പിലേക്ക് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. മുട്ട ഒഴിച്ച പാത്രം ചെറിയൊരു മൂടി കൊണ്ട് അടച്ചിട്ട് വേറൊരു വലിയ മൂടി കൊണ്ട് പാത്രം അടച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം നമ്മുടെ ചെമ്മീൻ കറി നോക്കാം. ചെമ്മീൻ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഒരുപാട് വെള്ളം പോലെയുള്ള കറിയല്ല, നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണിത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയം നമ്മുടെ ചിക്കൻ കറി എന്തായെന്ന് നോക്കാം. അപ്പം നന്നായിട്ടെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്ലേവർ ഉണ്ട്, നല്ല സ്മെല്ലുണ്ട്. അപ്പം ടേസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നോമ്പ് തുറന്നിട്ട് നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വേവിക്കാൻ വെച്ച മുട്ട റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. മുകൾ ഭാഗമൊക്കെ നല്ല ഹാർഡായിട്ട് കാണുന്നുണ്ട്. ഞാനിപ്പം തൊട്ട് നോക്കിയപ്പോഴും ഹാർഡ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം, ഇത് പുറത്തേക്ക് എടുത്തിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. വേവുന്ന സമയത്ത് നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ അങ്ങ് അടങ്ങി നല്ല താണ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി എന്ത് ചെയ്യാം, ആ പാത്രത്തിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതൊരു 5 മുട്ടക്കാണ് ഉണ്ടാക്കിയത്. ഒരുവിധം തടിയൊക്കെ ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. എങ്ങനെയാണ് പൊരിക്കാനെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് മുട്ടയിലും ബ്രെഡ് ക്രംസിലും റോൾ ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ആദ്യം നമുക്കിത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ വലിയ സൈസിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മുട്ടയിലും ബ്രെഡിലും മുക്കി പൊരിച്ചെടുക്കാം. ഞാനിപ്പം ഇതിനെ ഒന്ന് ഹാഫ് ആക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്തതിനെ നടുഭാഗത്ത് വെച്ചിട്ട് ഹാഫായി കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന വീഡിയോ ശരിക്കും പറഞ്ഞാൽ എടുത്തു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് പോസിലാണ് ഉള്ളതെന്ന് പിന്നെയാണ് മനസ്സിലായത് കേട്ടോ. ഇനി ആ മുട്ട മുക്കി പൊരിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും വേണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ പീസ് മുട്ട എടുത്തിട്ട് നമുക്ക് ആദ്യം മുട്ടയിൽ മുക്കി കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്നങ്ങ് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും അങ്ങനെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് വെക്കാം. അങ്ങനെ ഞാനിപ്പോൾ എല്ലാം ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായ ഓയിലിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പം 2-3 എണ്ണം ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്യുന്നുണ്ട്. എണ്ണയിലിട്ടപാടെ ഇത് കോരിയങ്ങ് ഇളക്കാൻ നിൽക്കരുത്. കുറച്ചൊന്നായി വന്നു എന്ന് കാണുമ്പോൾ എല്ലാ ഭാഗത്തും ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മുരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ശരിക്കും 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കറണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു കുറച്ച് സമയം. പക്ഷേ കറണ്ട് എത്രയായിട്ടും വരുന്ന കാണുന്നില്ല. അപ്പം പിന്നെ എമർജൻസിയും കുറേ ലൈറ്റ്സൊക്കെ വെച്ചിട്ടാണ് ഇത് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇരടൊക്കെ ഇതിൽ കാണുന്നുണ്ട് ശരിക്കും. ഇപ്പം നമ്മുടെ മുട്ട ചെറുതായി കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മയണൈസിനോടൊപ്പം അതുപോലെ കെച്ചപ്പിനോടൊപ്പം നമുക്കിത് സെർവ് ചെയ്യാം. കറണ്ട് വരുന്നതും വെയിറ്റ് ചെയ്ത് നിന്നാൽ നമ്മുടെ ജ്യൂസൊന്നും എന്തായാലും ഇന്ന് റെഡി ആവില്ല. ഇപ്പോൾ തന്നെ 6 മണി ആവാറായി. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ടാങ്ക് സോഡ ഉണ്ടാക്കി കുറച്ച് പഞ്ചസാരയും ടാങ്കും കുറച്ച് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ആക്കി എടുത്തു. എന്നിട്ട് അതൊരു ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നല്ല തണുത്ത വെള്ളം കൊണ്ട് ഒരു സോഡ ഉണ്ടാക്കി. എന്നിട്ട് ബാങ്ക് കൊടുക്കാറായപ്പം ഈ ടാങ്കിലേക്ക് സോഡ അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അരമുറി നാരങ്ങയും പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് ഈ ടാങ്ക് സോഡ ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടാങ്ക് സോഡ റെഡിയായി. സോഡ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിനി നാളെയോ മറ്റന്നാളെയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതാകുമ്പം എല്ലാവർക്കും ആ വീഡിയോ കാണാമല്ലോ. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയ എഗ് ഫിംഗേഴ്സ് കുറേ നാളായിട്ട് ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ്. ഇന്നാണ് എനിക്കത് പറ്റിയത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ.
ഡിന്നറിൻ്റെ കൂട്ടത്തിൽ ഒരു സ്റ്റാർട്ടറൊക്കെ ആയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. മുട്ടയുടെ ആ ഒരു വല്ലാത്തൊരു സ്മെല്ലൊന്നും ഇതിനില്ല. എന്തായാലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം ഇന്നത്തെ നോമ്പുതുറയുമായി നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈ മൂൺസ്. താങ്ക് യു.